ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കാണാൻ കഴിയുന്ന കുറച്ച് സൈനുണ്ട്. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇനി പറയാൻ പോകുന്ന സൈൻ ഒക്കെ ഉള്ളവരാണോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ആ സൈൻ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറിയ ഒരു വാക്ക് മതി ആ ഒരു വ്യക്തിക്ക് വല്ലാതെ വേദനിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ സ്ത്രീകൾ വഴക്കുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട്, ഈ കാര്യം കേട്ട ഉടൻ തന്നെ ആ ഒരു വ്യക്തി വല്ലാതെ വേദനിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക്, നിങ്ങൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ആ ഒരു വ്യക്തി വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സൈന്. ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മുഖം വാടിയാൽ ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓർത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അറിയാനേ പാടില്ല. എന്നാലും നിങ്ങളുടെ ഫേസിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി അത്രമാത്രം പ്യുവറായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഒക്കെ വന്നിട്ട് എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമാത്രം ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈന്. ഇനി മൂന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ഇത് ലൈക്കും കൂടി ചെയ്തേക്കണേ. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ശബ്ദം ആ വ്യക്തിക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അതായത് ഈ ലോകത്ത് ഒരുപാട് നല്ല രീതിയിൽ പാട്ട് പാടുന്നവരൊക്കെ ഉണ്ട് അല്ലേ, അവരുടെയൊക്കെ വോയിസും വളരെ മനോഹരമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടേതായിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരുടെ വേണമെങ്കിലും സൗണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനും നിങ്ങളുടെ സൗണ്ട് കേൾക്കാനും ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇനി ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ടെൻഷനോ പ്രോബ്ലമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിക്കും. ഇത്രമാത്രം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ സൗണ്ടിനെ പ്രണയിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത്രമാത്രം ആ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ. അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കഴിവുണ്ട്, ഇപ്പോൾ ഡാൻസോ പാട്ടോ ഡ്രോയിങ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കൊരു കഴിവുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെ മാക്സിമം പ്രോത്സാഹിപ്പിച്ച് ആ ഒരു കഴിവിന് വേണ്ട അംഗീകാരങ്ങളൊക്കെ നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളെ എന്നെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഉള്ളൊരു പേടി ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അതായത് നിങ്ങളില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കാനേ കഴിയില്ല. ഈ ഒരു പേടി എപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതായത് നിങ്ങളെ എന്നെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ട് നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങളെ പിരിയേണ്ടി വരുമോ എന്നോർത്തിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോഴേ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി അത്രമാത്രം പ്യുവറായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 5 സൈന്. ഈ പറഞ്ഞ 5 സൈനൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ
അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.